ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ ആത്മവിശ്വാസമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ഓരോരുത്തരും അവരിഷ്ടപ്പെടുന്നതിനകത്ത് കൂടുതൽ സമയം ചെലവഴിക്കാൻ താല്പര്യമുള്ളവരാണ്. രണ്ട് വ്യക്തികൾ തമ്മിലൊരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ അതിനോടുള്ള ആഗ്രഹവും ആവശ്യകതയും രണ്ടു പേർക്കും ഒരുപോലായിരിക്കണം. യഥാർത്ഥത്തിൽ ദാമ്പത്യത്തിനകത്ത് യുക്തിപരമായ ചിന്തയ്ക്കും വികാരത്തിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. എങ്കിൽ മാത്രമേ ഇതിനകത്ത് വ്യത്യസ്തമായ പല രീതികളും പരീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ചിലർക്കാണെങ്കിൽ ബന്ധപ്പെടുന്നതിനകത്ത് നല്ല താല്പര്യമുണ്ട്, അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സാഹചര്യവും ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത്, ഒരു സമയം ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഇതിനകത്തൊരു സംതൃപ്തി എങ്ങനെ കണ്ടെത്താൻ പറ്റും. പ്രത്യേകിച്ചും വല്ലപ്പോഴും ഒക്കെ ബന്ധപ്പെടുന്ന സ്ത്രീ പങ്കാളികളെ സംബന്ധിച്ച് ഇത് വളരെ പ്രയോജനകരമാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഇപ്പോൾ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആത്മവിശ്വാസത്തിന് അല്ലെങ്കിൽ സന്തോഷത്തിന് ഒരടിസ്ഥാനമുണ്ട്. ഈ ഒരു കാര്യം നന്നായിട്ട് ആസ്വദിക്കുന്നവരെ സംബന്ധിച്ച് എത്ര സമയം കൂടുതൽ കിട്ടാം അത്രയും നല്ലത് എന്നേ ചിന്തിക്കത്തുള്ളൂ. ഇനി ഏത് മെത്തേഡാണെങ്കിലും അതിനെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുന്നത് നമ്മുടെ ബ്രെയിൻ സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ ഓരോ സമയത്തുള്ള പ്രവർത്തനത്തിനും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഊർജത്തിനും വ്യത്യാസം വരും. ചില ദിവസം നമുക്ക് നല്ല മൂഡായിരിക്കും, ചെയ്യണമെന്ന് വല്ലാത്ത ഒരു ആഗ്രഹം തോന്നും. അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട സങ്കല്പങ്ങൾ, ചിന്തകൾ കൂടുതലായിട്ട് കയറി വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ മനസ്സ് കൊതിക്കുന്ന ചില കാര്യങ്ങൾ ശരീരവും കൊതിക്കാറുണ്ട്. ഈ സമയം സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ചില ഭാഗങ്ങളിൽ കൂടുതലായിട്ട് മനസ്സ് ഫോക്കസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ പുരുഷന്മാരെ സംബന്ധിച്ച് പ്രധാനമായിട്ടും ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കൂടുതലായിട്ട് ആഗ്രഹിച്ച് താല്പര്യപ്പെട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അവിടെ മനസ്സിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ അതിൻ്റെ നിയന്ത്രണം ഇതിൻ്റെ പൂർണ്ണമായ സംതൃപ്തിക്കുള്ള ഏറ്റവും അത്യാവശ്യ കാര്യമാണ്. എന്നുവെച്ചാൽ ഇത് എത്ര സമയം നീണ്ടു നിൽക്കണമെന്ന് തീരുമാനിക്കുന്നത് അവൻ്റെ ചില രീതികളാണ്. അതുകൊണ്ട് എത്രത്തോളം ഇതിനോട് ആവേശം കൂടുന്നോ അത്രത്തോളം ഇതിന് നിയന്ത്രണവും വേണം. അത് മനസ്സുകൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. ഒരു പുരുഷനെ സംബന്ധിച്ച് അവൻ്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അതുകൊണ്ട് ചെയ്യാൻ പറ്റുമ്പോഴാണ്. ബലം വേണ്ട സമയത്ത് വേണം, അതുപോലെ തന്നെ കൺസിസ്റ്റൻ്റായിട്ട് കുറച്ച് സമയം നിൽക്കുകയും വേണം. ഫോർപ്ലേയുടെ തുടക്കത്തിൽ ചില സമയത്തുള്ള പങ്കാളിയുടെ റെസ്പോൺസ് കാണുമ്പോൾ പുരുഷൻ തെറ്റിദ്ധരിക്കാറുണ്ട് അവർ നല്ല മൂഡായി കാണുമെന്ന്. എന്നാൽ അതങ്ങനെയല്ല. ഓരോ ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 30ഓളം വ്യത്യസ്തമായിട്ടുള്ള പ്ലഷർ പോയിൻറ്റ്സുകൾ അവരുടെ ബ്രെയിനിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ചുംബന സമയത്തുള്ള നെർവ് എൻഡിങ്സിൻ്റെ പ്രവർത്തനവും മാറിടത്തിൽ ചില ക്രിയകൾ ചെയ്യുമ്പോഴുള്ള പ്രവർത്തനവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ പെരുമാറ്റ രീതികളും സ്പർശനങ്ങളും വ്യത്യസ്തമായ തലത്തിൽ അവർക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനം പങ്കാളിയെ പൂർണ്ണമായിട്ടും തിരിച്ചറിയണം, അവരുടെ ചില രീതികൾ എന്താണെന്ന് മനസ്സിലാക്കണം. എന്നുവെച്ചാൽ ഓരോരുത്തർക്കും സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടേണ്ട ചില പ്ലഷർ പോയിൻറ്റ്സുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചില സമയത്തുള്ള റെസ്പോൺസിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്കിൽ മാത്രമേ ഈ 2 പ്രാവശ്യത്തെ സംതൃപ്തി എന്നുള്ളത് സാധ്യമാകത്തുള്ളൂ. ഇതിനകത്ത് പുരുഷന്മാരെ സംബന്ധിച്ച് 2 കാറ്റഗറി ഉണ്ട്. ഒന്ന് സ്വന്തം സുഖത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്നവർ, മറ്റൊന്ന് പങ്കാളിയുടെ സുഖത്തിനും അവരുടെ പൂർണ്ണമായ സംതൃപ്തിക്കും പ്രാധാന്യം കൊടുക്കുന്നവർ. സാധാരണ പുരുഷനെ സംബന്ധിച്ച് ഒരു പ്രാവശ്യം സ്ഖലനം കഴിഞ്ഞാൽ പിന്നെ കുറേ സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ ഒരു മൂഡിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡിന് പങ്കാളിയുടെ ആദ്യത്തെ സംതൃപ്തി ഫോർപ്ലേയിൽ തന്നെ വരേണ്ടതായിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് വ്യത്യസ്തമായ രീതികൾ അഡോപ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് സാധ്യമാകത്തുള്ളൂ. ഇതിനകത്ത് പ്രവേശിപ്പിക്കാതെ തന്നെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രീതിയുണ്ടല്ലോ, അതിനകത്ത് നമുക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. പ്രത്യേകിച്ചും 2 വ്യക്തികൾ തമ്മിലൊരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ അതിനോടുള്ള മനോഭാവത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. കാരണം ഓരോരുത്തരുടെ ഇഷ്ടങ്ങളും ചിന്തകളും സാഹചര്യങ്ങളും ഇതിനകത്ത് വ്യത്യാസമാണ്. ചിലർക്ക് ഈ സമയത്ത് വിരലുകൊണ്ട് ചില ക്രിയകൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നാവ് കൊണ്ടാണ് ഇഷ്ടം. ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു രീതിയോട് ഒരു പ്രത്യേക ഇഷ്ടം കൂടുതലായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഒരു പ്രത്യേക ത്രില്ലും അനുഭൂതിയും അതിനകത്തുനിന്ന് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഓരോ ഫീലിങ്സിനനുസരിച്ച് ചെയ്യുന്ന രീതിക്കും വ്യത്യാസം വരും. ഇപ്പം പ്രണയത്തിൻ്റെ എനർജി ലെവൽ കൂടുതലുള്ളവരെ സംബന്ധിച്ച് അവർക്ക് ചുംബിക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അത് തിരിച്ചും വരും. ചില ഭാഗങ്ങളിൽ കൂടുതലായിട്ട് ക്രിയകൾ ചെയ്യുമ്പോൾ നമ്മുടെ ഫീലിങ്സും എനർജി ലെവലും അതനുസരിച്ച് മാറും. അതുപോലെ പുരുഷനെ സംബന്ധിച്ച് ആകാംക്ഷയുണ്ടാക്കുന്ന പല കാര്യങ്ങളും ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നുകിൽ യഥാർത്ഥത്തിൽ അത് ഉണ്ടാവണം, അല്ലെങ്കിൽ ഭാവനയിൽ കൂടി അത് എക്സ്പീരിയൻസ് ചെയ്യണം. ചിലരെ സംബന്ധിച്ച് പങ്കാളിയോട് അത്ര വലിയ ആകർഷണമൊന്നും കാണത്തില്ല, പക്ഷേ ഇടയ്ക്കൊക്കെ ബന്ധപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ മനസ്സിൻ്റെ സങ്കല്പം, ഫാൻറ്റസികൾ ഇവിടെ പ്രയോജനപ്പെടുത്തേണ്ടതായിട്ടുണ്ട്.
ഉദാഹരണത്തിന് ഇഷ്ടപ്പെട്ട മാറിടത്തിൻ്റെ രൂപഭംഗി ഓർക്കുമ്പോൾ അവിടെ ഒരു എനർജി ലെവൽ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് സങ്കല്പമാണെങ്കിലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് അത് ഊർജം കൊടുക്കുന്നതായിരിക്കണം. അവൻ്റെ പൗരുഷമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഇതിനകത്ത് പുരുഷൻ്റെ ആത്മവിശ്വാസം. അപ്പോൾ ഇതിനകത്തുള്ള അവൻ്റെ കഴിവിനെ കൂട്ടാനായിട്ട് പങ്കാളിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഫിസിക്കൽ ബോഡി പോലെ തന്നെ പ്രധാനമാണ് മെൻ്റൽ ബോഡിയുടെ പ്രവർത്തനവും. ചിലരെ സംബന്ധിച്ച് ആദ്യത്തെ ഘട്ടത്തിൽ നല്ല ഉത്തേജനവും ബലവും ഒക്കെ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ ഒരു പ്രത്യേക ഘട്ടം വരുമ്പോൾ അതിന് മാറ്റം വരുന്നതായിട്ട് കാണാം. ശരിക്കും പറഞ്ഞാൽ ഇത് ശരീരത്തിൻ്റെ ഒരവസ്ഥയാകണമെന്നില്ല. മനസ്സുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവനെ സംബന്ധിച്ച് ഉദ്ധാരണവും നിയന്ത്രണവും ഒരേ ഫ്രീക്വൻസി പോകണം, എങ്കിലേ സമയം കിട്ടത്തുള്ളൂ. തുടക്കത്തിലുള്ള ചുംബനത്തിനും സ്പർശനത്തിനുമൊക്കെ നമ്മുടെ ശരീരത്തിനെ മനസ്സിനെ നന്നായിട്ട് റിലാക്സ് ചെയ്യിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്കുള്ള രക്തയോട്ടം കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. എന്നുവെച്ചാൽ പല ഭാഗത്തും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന നമ്മുടെ ഊർജത്തെ ഒറ്റ പോയിന്റിലേക്കാക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പാണിത്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് പങ്കാളിയുടെ ആ ഒരു രീതിയുണ്ടല്ലോ, അത് വളരെ പ്രധാനമാണ്. മിക്കവാറും സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതിനോടാണ് ഇഷ്ടം. എന്നാൽ ചിലർക്ക് അങ്ങനെയല്ല കേട്ടോ, ചില കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇഷ്ടം. ഇതിനകത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രവർത്തനം വളരെ ശക്തമാണ്. അപ്പം നല്ലൊരു ഷെയറിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ ഓട്ടോമാറ്റിക് പ്രോസസ്സിങ്ങിൽ നടക്കണം. എല്ലാ കാര്യങ്ങളും കൂടുതൽ ബോധപൂർവം ചെയ്യാൻ പോയാൽ ടെൻഷൻ കൂടും, ഒരു ഈസിനെസ് കിട്ടത്തില്ല, ഒരു ത്രില്ല് കിട്ടത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏത് വ്യക്തിയാണെങ്കിലും ഇതിനകത്ത് അവരെ ഉത്തേജിപ്പിക്കുന്ന ഒരു സൈക്കോളജിക്കൽ കോഡ് ബ്രെയിനിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു പക്ഷേ അത് ഏതെങ്കിലും ഒരു ഭാഗത്തിനോടുള്ള അമിതമായ ആകർഷണമാകാം, അതല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിലുള്ള പെരുമാറ്റം, സംസാരം, ചലനങ്ങൾ ഒക്കെയാകാം. അപ്പോൾ ഇതിനകത്തൊരു കാര്യം വളരെ പ്രധാനമാണ്. പുരുഷനെ സംബന്ധിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തിനോട് ഒരിഷ്ടം കൂടുതലായിട്ട് വേണം. എങ്കിൽ മാത്രമേ ഇതുമായിട്ട് ബന്ധപ്പെട്ട അവൻ്റെ കഴിവിനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ രണ്ടാമത്തെ പ്രാവശ്യം സംതൃപ്തി എന്നുള്ളത് വല്ലപ്പോഴുമൊക്കെ മതി, ഒരു ശീലമാക്കേണ്ട കാര്യമില്ല. കാരണം ഇങ്ങനൊരവസ്ഥ വരണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല സ്ട്രോക്ക് കിട്ടേണ്ട ഭാഗത്ത് കറക്റ്റായിട്ട് കുറേ സമയം ബ്രേക്ക് ഇല്ലാതെ കൊടുക്കുകയും വേണം. മിക്കവാറും അമിതമായ ഉത്കണ്ഠയുള്ളവരെ സംബന്ധിച്ച് അവരുടെ ശരീരത്ത് കോർട്ടിസോളിൻ്റെ അളവ് കൂടുന്നുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനത്തിന് ഏറ്റവും പാരയാകുന്നത് ഇതാണ്. അവിടേക്കുള്ള ബ്ലഡ് സർക്കുലേഷനെ ഇത് കുറയ്ക്കുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് പ്രശ്നമാണെങ്കിലും ആ പ്രോബ്ലത്തിനകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യരുത്. അതിൻ്റെ പരിഹാരത്തിന് എന്താണോ വേണ്ടത് അത് ചെയ്തിട്ട് ആ പ്രശ്നമേ മറന്നു കളയണം. ഇപ്പം നമുക്ക് ഊർജം ഇതിനകത്ത് കുറവാണെങ്കിൽ അത് കൂട്ടാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് അത് മാത്രം ചെയ്യുക. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.